ചുപ്ര ഈ സമയത്ത് എന്നോട് വരാൻ പറഞ്ഞത്? എല്ലാവരും നമ്മുടെ കാര്യം അറിഞ്ഞു. എനിക്ക് പേടിയാവുക. ഞാൻ എവിടെ വേണേലും വരാം. നമുക്ക് എങ്ങോട്ട് വേണേലും പോവാം. നീ എന്താ കല്ലുപോലെ ഇരിക്കുന്നേ? സ്വാമി, സ്വാമി ഇവിടെ. നിന്റെ ഓരോ ചലനങ്ങളും നാം ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടി. എന്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് നീ. സ്വാമി, എന്നെ ഉപദ്രവിക്കരുത്. നിന്നെ എനിക്ക് വേണം. ആഗ്രഹങ്ങൾ ബാക്കി വെക്കുന്നത് ഈ സ്വാമിക്ക് ഇഷ്ടമല്ല. സ്വാമി എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പോവാ. ചൂളയുടെ അവിടെ വരാന്നാ പറഞ്ഞേക്കണേ. ശ്രീകുട്ടി ഇപ്പൊ വരും. നമുക്കിവിടെ കാത്തിരിക്കാം. മിണ്ടല്ലേ മിണ്ടല്ലേ. സത്യമായിട്ട് ഞാൻ പറഞ്ഞതാടാ. ശ്രീകുട്ടി വരും. വരാതിരിക്കല പൊട്ട ഓട്ടക്കലൊന്നും പറഞ്ഞതാടാ. നിന്റെ അച്ഛൻ വരണ്ട്. ഓടിക്കോടാ ഓടിക്കോടാ. ഈശ്വരനല്ലോ ഈശ്വര ചിന്തയിതൊന്നേ മനുഷ്യനു മരണം ഈ ഉലകിൽ. മരണം ശരിയാ. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ മരണം. സൽപ്രവർത്തി ചെയ്തിടൂ, ശത്രുവിനെ സ്നേഹിക്കടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് പിശാചിനെ വേണമെങ്കിലും സ്നേഹിക്കാം. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ സ്നേഹിച്ചത്. അല്ല അത് പോട്ടെ, നീ ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ മൂപ്പനെ കൊടന്നാക്കാൻ. എടാ, എനിക്ക് ആരുടെയും സഹായം വേണ്ട. അമ്മയുടെ വയറ്റിൽ നിന്ന് പോന്നപ്പോ ഞാൻ ഒറ്റയ്ക്കാ പോന്നത്. പോകുമ്പോ ആരും കൂട്ടിനുണ്ടാവില്ല. ഒറ്റയ്ക്ക് തന്നെ പോണം. അങ്ങനെയാണെങ്കിലേ ഒറ്റയ്ക്ക് അങ്ങനെ പോക്കോ. ഞാൻ പോണു. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു മരണം ഈ ഉലകിൽ. എത്ര നേരാന്ന് വെച്ചാ കാത്തിരിക്ക? രാഹുകാലം എടുക്കാറായി. അതിനുമുമ്പ് ചൂടൊക്കെ തിരുവോളുത്തണം. മൂപ്പം പറഞ്ഞ വാക്ക് തെറ്റിക്കാറില്ല. ഇവിടെ ഇറക്ക. നീ അച്ഛനെ തല്ലി ഓടിച്ചാ? എന്താ വല്ലപ്പെട്ട ഇങ്ങനെയൊക്കെ പറയണേ? അച്ഛനും മോനും തമ്മിലുള്ള ബന്ധത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ചൂളൊക്കെ തിരുവോളുത്താൻ പറ്റാത്ത ദേഷ്യവനുണ്ട്. എന്റെ തൂപ്പറിനെ കുറിച്ച് അനാവശ്യമൊന്നും പറയരുത്. അവനൊരു പാവാ. ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ല. ഉള്ള കാര്യമല്ലോ പറഞ്ഞു. സ്വാമി വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും പരിഹാരം കാണായിരുന്നു. ഓം ഭഗവാൻ. ഒരു ദുരൂഹത നാം മുന്നിൽ കാണുന്നു. ചൂളയ്ക്ക് തിരികൊളുത്താൻ ഇനിയും വൈകുന്നതെന്തേ? തിരികൊളുത്തേണ്ടത് മൂപ്പനാ. മൂപ്പന് ഇതുവരെ വന്നിട്ടില്ല. ഏറെ പുലർത്തെ പിന്നെ കര കണ്ടിട്ടില്ല. ഓം ഭഗവാൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ജഡികമാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല.
ശക്തി പകരൂ, അടയാളം നൽകൂ. ഇവിടം പിളർന്നാൽ സത്യം കണ്ടെത്തും. സ്വന്തം അച്ഛനെ കൊന്നിട്ട് നാടകം കളിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഭഗവാൻ, ആ ചെറുക്കന്റെ കരച്ചിൽ ഇപ്പോഴും കണ്ണീന്ന് മാഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അവനായിരിക്കും മൂപ്പനെ കൊന്നതെന്ന്. എനിക്കും സംശയമുണ്ട്. സ്വന്തം അച്ഛനെ കൊല്ലാനും മാത്രം അവൻ അത്രയ്ക്ക് ദുഷ്ടനല്ല. ചുപ്രം പാവാ, വെറും പാവം. എനിക്കറിയാം ചുപ്രനെ. ഇനി ആ സ്വാമി ആയിരിക്കുമോ ഇതിന്റെ പുറകിൽ? സ്വാമി ഈ ഗ്രാമത്തിന്റെ രക്ഷകനല്ലേ? സ്വാമി അത് ചെയ്യുവോ? അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കരുതെന്ന് പിന്നെ എന്തിനാ പറഞ്ഞേ? ആ വല്ലവേട്ടൻ പറഞ്ഞാണ് ശരി. ഇനിയിപ്പോ എന്താ ചെയ്യാ വല്ലവേട്ട? നാളെ തന്നെ പോലീസിൽ പരാതി കൊടുക്കണം. ഓം ഭഗവാൻ. സംശയം ഒരു മനോരോഗമാണ്. എനിക്കൊരു രോഗമില്ല. നിന്റെ ഹൃദയമിടിപ്പ് നാം കാണുന്നു. നിന്റെ ഉള്ളിലെ വ്യഗ്രത നാം അറിയുന്നു. എവിടെ? നീ സ്വയം വിശ്വസിക്കാൻ പോലും ഭയക്കുന്നു. പാതിരാത്രിയിൽ നീ നിന്റെ വീടിന്റെ തെക്ക് ഭാഗം 12 അടി മാറി 2 അടി കുഴിച്ചാൽ എല്ലാ ദുർചിന്തകൾക്കും സമാപ്തി ലഭിക്കും. ഓം ഭഗവാൻ. എത്ര അടി? 12 അടി. 12 അടി കുഴിക്കാൻ നേരം വിളിക്കില്ലേ? സ്വാമിക്ക് വട്ടാണ്. പാതിരാത്രിയിൽ നീ നിന്റെ വീടിന്റെ തെക്ക് ഭാഗം 12 അടി മാറി 2 അടി കുഴിച്ചാൽ എല്ലാ ദുർചിന്തകൾക്കും സമാപ്തി ലഭിക്കും. 12 അടി മാറി 2 അടി കുഴിച്ചാ എന്ത് മാങ്ങാത്തിരി കിട്ടാനാണ്? സ്വാമിക്ക് വട്ടാണ്. അത് ഈ പാതിരാത്രിക്ക്. വേറെ പണിയൊന്നുമില്ല. എന്തായിരിക്കോ കള്ളസ്വാമി പറഞ്ഞത്? അല്ല നിധിയായിരിക്കും. പോയി നോക്കളെ. ഒന്ന് 2 3 4 5 6 7 8 9 10 11 12. ഈശ്വര, ഒരു 5 കിലോ സ്വർണ്ണം കിട്ടണേ. അയ്യോ അയ്യോ പോയി രക്ഷപ്പെട്ടു. അയ്യോ 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 അയ്യോ
ഒന്ന് മൂന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് അയ്യോ തെറ്റി മാച്ചുകളെ ഇപ്പൊ എത്താൻ തുടങ്ങാം രണ്ട് മൂന്ന് ഒന്ന് നാല് ഏഴ് ഒമ്പത് എട്ട് ഒരു തലയൊട്ടി ഇതിലെ പോടണ്ട തലയൊട്ടി ഭ്രാന്തനാണല്ലേ സ്വാമി ആയിരുന്നല്ലേ നമസ്കാരം ഞാൻ വിചാരിച്ച സ്വാമി മുടി വെട്ടിയത് ഇപ്പൊ കറക്റ്റാണ് ഞാൻ ആ 12 അടി തപ്പി കാലത്ത് ഇറങ്ങിയതാ ഇതുവരെ കിട്ടിയില്ല അതെ ആ 12 അടി എന്നുള്ള ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 15 അടിയാക്കി തരും വളരെ ഉപകാരം ഇനി 15 വരെ എണ്ണിയാ മതിയല്ലോ 2 4 3 1 4 തെറ്റിച്ച് കംപ്ലീറ്റ് തെറ്റിച്ച് ഞാൻ എവിടെ എണ്ണി നിർത്തിയത് 7 9 10 4 6 ചുപ്ര എന്റെ ചുപ്രനെ എനിക്ക് വിശ്വാസ ചുപ്രനല്ല അച്ഛനെ കൊന്നത് എന്റെ ചുപ്രന് അതിന് കഴിയില്ല എനിക്കറിയാം അത് ശരി രണ്ടുപേര് നല്ല ശൃംഗാരത്തിലാണല്ലോ നടക്കട്ടെ നടക്കട്ടെ നിന്റെയൊക്കെ ഒരു യോഗം 2 3 7 4 3 2 ആരടാ തെറ്റിച്ചേ പോടാ പുല്ലേ ഓ ഗൂർക്കാസാണല്ലേ അല്ല ഞങ്ങള് പോലീസാ പോലീസാ കണ്ടാ പറയില്ല രണ്ട് കൊണ്ടാ പറയും എന്റെ പൊന്നിയേട്ടാ ഞങ്ങളുടെ കൈ നിർത്തം ചാടിപ്പോയി അവനെ തിരിച്ചു പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ പണിയും പോകും 2 കുടുംബം പട്ടിണിയാവും അടയാളം വല്ലതുണ്ട് അടയാളം പറഞ്ഞുതരാം ഒരു 6 അടി പൊക്കം നല്ല ഒത്ത ശരീരം തലമുടി കറുത്തതാണ് നമുക്ക് പ്രമോഷൻ കിട്ടും നാളെ ഞാൻ കാണിച്ചത് പക്ഷേ ഞാനാണ് കാണിച്ചതെന്ന് ആരോട് പറയരുത് സത്യമായി ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല മാറിക്കോ ഇനി നമുക്ക് അടിവെച്ച് മുന്നോട്ട് നമ്മളെന്തിനാ അടി വെക്ക നമ്മളൊന്നും ഒരു പ്രശ്നമില്ലല്ലോ ഈ അടിയല്ലടാ കാലടി ഈ അടി 12 അടി വരെ കൂടെ വരണം ഞങ്ങളും വരാം 2 3 5 4 5 പിന്നെ എണ്ണ തെറ്റി 5 5 5 6 4 2 3 7 10 12 1 ആളിവിടെ ഉണ്ട് ഡിസ്റ്റർബ് ചെയ്യരുത് ആ പടിയും കൊണ്ട വില ഗുണതട്ടില് 2 കുടുംബം അങ്ങ് കാരണം രക്ഷപ്പെടാൻ പോണത് രക്ഷപ്പെട്ടു ആയിക്കോട്ടെ ഡിസ്റ്റർബ് ചെയ്യരുത് മോനെ
മര്യാദക്കാരൻ മര്യാദക്കാരൻ. ഇതാണോ താൻ പറഞ്ഞ 6 അടി പൊക്കം ഒത്ത തടിയുള്ള ആള്? പൊക്കത്തിന്റെ കാര്യമൊക്കെ വിട്. മുടി കറക്റ്റ് ആണാ? ആണാ? ബടി പിടി. 2 4 3 1 6. ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്ക് വട്ട. ഇയാളൊന്ന് 12 അടി ചോദിക്കോ? അതിനു മുമ്പ് നമ്മളെ 16 വയ്ക്കും. അത് ശരി.